സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ എന്തോ നമുക്ക് അമ്മയടുത്ത് പോയി ചോദിക്കാം. ഇന്ന് എന്റെ മോളുടെ ബർത്ത്ഡേ. എന്റെ ചിത്തിരത്താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം ഈലക്കൂട്ടിലേ കളിക്കൊഞ്ചലേ നിന്നെ പൊട്ടു കുത്തിക്കാൻ മൈന കണ്ണുവാലി പെഴുതാൻ തത്ത വിരുന്നേകുവാൻ പിറന്നാൾ കിളി എന്റെ ചിത്തിരത്താമരത്തുമ്പി. ഹാപ്പി ബർത്ത്ഡേ മോളു. ഞാൻ ചോദിച്ചില്ലല്ലോ. കേരള സദ്യ. ഓക്കെ, ഇന്ന് എന്തൊക്കെയാമ്മ നമുക്ക് സദ്യക്ക് കറികള്? അത് എല്ലാം ഒരു സദ്യക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം അമ്മ ഇന്ന് വെക്കുന്നത്. എന്തൊക്കെയാ? എന്തൊക്കെയാന്ന് വെച്ചാൽ ഇഞ്ചിയുണ്ട്, ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, പരിപ്പ്, ഇഞ്ചി, പച്ചമോര്, പരിപ്പായി. പായസം 2 തരം. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലാണേ. അപ്പവും കുറുമയായിരുന്നു. എന്തോ തൈര് മോരിനുള്ളത്. ഇത് കിച്ചടി എൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഇത് വെളുത്ത കിച്ചടി. ഇത് മോരായി. അപ്പം ഇത് പച്ചമോരിനുള്ളതായിരിക്കും. അപ്പം ഇവിടെ അപ്പം ചുടുവാണ്. ഞാൻ ബർത്ത്ഡേ ആയിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചില്ലല്ലോ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ജീൻസ്, പിന്നെ ടോപ്പ്, പിന്നെ ഈ കമ്മലുണ്ടല്ലോ, ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നെയാണ്. അത് ആര് തന്നെയാണെന്ന് ഞാൻ കുറച്ച് അതിന് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം നമ്മുടെ പിറന്നാൾ സദ്യ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പിറന്നാളിന് ഇവിടെ നോൺ വെജ് കഴിക്കുന്നില്ല കേട്ടോ, ഫുൾ വെജ്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കറികളെന്ന് ഒന്ന് നോക്കാം അല്ലേ. നമുക്ക് അമ്മ പറഞ്ഞു തരും എന്തോ കറികളെന്ന്. അമ്മ പോയതാ പറയാൻ വേണ്ടിയിട്ട്. ഇഞ്ചി ഇഞ്ചി നാരങ്ങ, പച്ചടി, കിച്ചടി, സ്പൂണൊക്കെ തെറിച്ചു. മാങ്ങ, തോരൻ ക്യാബേജ് വരുന്നല്ലേ. അവിയൽ, ഇവിടെ എന്താ പരിപ്പ്, പരിപ്പ്, നമ്മുടെ കറികളല്ലേ. സാമ്പാർ, സാമ്പാർ, പിന്നെ പുളിശ്ശേരി, പച്ചമോര്. ഇത് അരിപ്പായസം ബോളിലൂടെ കഴിക്കാനുള്ള ബോളിയുണ്ട്. പിന്നെ അല്ലാതെ കടലപ്പരിപ്പ് പായസം വരും. അത് വൈകിട്ടോ? വൈകിട്ട്. പിന്നെ നമ്മുടെ ചോറ്. അപ്പം മൊത്തം എത്ര കറി ഉണ്ടമ്മ? 1 2 3 4 5 6 7 8 9 10 11 മൊത്തം 11 കറിയാ അമ്മ വെച്ചത്. രാവിലെ എപ്പം കയറിയത് അടുക്കളയിൽ? ചെറിയൊരു സമയം എനിക്ക് ഇതിലും പെട്ടെന്ന് ആക്കാൻ പറ്റും സദ്യ. ഇതുണ്ട് നോൺ വെജ്. പിന്നെ മൊത്തം അമ്മ ഒറ്റയ്ക്കാണോ ചെയ്തേ? ഹെൽപ്പ് ചെയ്തായിരുന്നു. മോളും പിന്നെ ഇടയ്ക്ക് വന്നായിരുന്നു. പിന്നെ ചേർന്നുണ്ടായിരുന്നു. അപ്പ കേക്കുണ്ടായത്. പിന്നെ ഈ പപ്പടവും പഴവും ഒക്കെ വെക്കും. നല്ലൊരു ആഘോഷിക്കാൻ പറ്റി. നല്ല ചൂട് ചോറിടാൻ പോവാ. കുത്തിരി ചോറ്. സൈറ്റ് കഴിക്കാം.
ഞാനേ എനിക്കെൻ്റെ കമ്മൽ ഒരാൾ ഗിഫ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ, അത് ആ ആള് ഇതാ മിന്നിക്കുട്ടി. അവൾ എനിക്ക് വേണ്ടി കമ്മൽ എൻ്റെ ഡ്രസ്സൊക്കെ എടുക്കുന്നതിന് മുമ്പേ പോയി മേടിച്ചിട്ട് തന്നതാണ്. ഇനിയാണ് സദ്യയിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം, നമ്മുടെ പായസം, ബോളിയും പായസവും. അതുണ്ടല്ലോ, ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ കുറച്ച് പായസമായിട്ട് എടുത്ത് അടിപൊളി. കഴിക്കട്ടെ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിട്ട് എൻ്റെ അനിയത്തിയുടെ കൊലുസ് കാണാതായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വന്നെയാണ്, എന്നിട്ട് സോക്സ് ഇടാൻ നേരെ കാണുന്നത്. അപ്പം അവളും കൂടെ ഇപ്പം സ്കൂളിൽ പോയി തപ്പാൻ വേണ്ടി ഇറങ്ങുക. വാ, എവിടെയാടി കൊലുസ്? കാണുന്നില്ല. അപ്പം അവർ പോയി നോക്കിയിട്ട് വരട്ടെ. ഇവിടെ ആണെങ്കിൽ കറണ്ടും ഇല്ല. അല്ല, ഇങ്ങോട്ട് വന്നപ്പം ഇപ്പുറത്തെ സൈഡ്. അപ്പോൾ ഒരു ചേട്ടൻ നേരെ നോക്കിക്കോ, അവിടെ എങ്ങനത്തെ ക്ലാസ്സിലെ ആന്റി തൊട്ടപ്പോ കണ്ട്. അപ്പൊ ആന്റി പോക്കറ്റ് എടുത്തിട്ടു ഞാൻ. അപ്പൊ ആന്റി പോകുന്നവര് കണ്ടേ. അപ്പൊ ഞാൻ ചോദിച്ചു ആന്റി ഏതെങ്കിലും വെള്ളി കൊലുസ് കിട്ടിയോന്ന്. അപ്പൊ ആന്റി എവിടെന്ന്? ക്ലാസ്സിൽ നിന്ന്. അതെവിടെ തട്ടി പോയതാ? ഹാപ്പി ന്യൂസ് ഉണ്ട് ഗൈസ്. ഇത് കണ്ടോ? നിങ്ങൾ എല്ലാവരും മറ്റേ അരിപ്പായസം ബോളി ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും സ്പെഷ്യലായിട്ട് കടല പായസം. നമ്മൾ നേരത്തെ പറഞ്ഞ കടല പായസം റെഡി ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. അടിപൊളി കടലപ്പരിപ്പ് പായസം സ്പെഷ്യലാണ്. ഞാൻ എന്താ ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഇത് അപ്പയ്ക്ക് വേണ്ടി എടുക്കുക. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ. ഓ, ഞാൻ ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്തിട്ട് ആ പരിപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളി. നിങ്ങൾക്ക് ആക്കിയ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റിൽ പറയാം. നമ്മൾ ഇന്ന് വെച്ച സംഭവങ്ങളുടെയൊക്കെ റെസിപ്പി ഇടാം. പായസം കുറിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. സൂപ്പർ. കുടിച്ചിട്ട് വരാം. നമുക്ക് ഈ കേക്കും മാംഗോ ഐസ്ക്രീമും കൂടെ ആയിട്ട് കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ അടിപൊളിയായിരുന്നു, എൻജോയ് ചെയ്ത്. അപ്പം കേക്ക് ഞാൻ മുമ്പ് ഇട്ട് ഫോട്ടോയുള്ളതാണ് കേക്ക് മേടിച്ചത്. അപ്പം അത് കട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ എടുക്കാൻ വേണ്ടി കേക്കിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ച് വീഡിയോ എടുക്കാൻ. ആരെയാ? അമ്മ എന്തിനായപ്പോൾ എടുത്ത് എല്ലാം അടിപൊളിയായിട്ട് എടുത്ത് എൻ്റെ ക്ലോസപ്പൊക്കെ എടുത്ത് ഫുൾ ചെയ്ത് ഞാൻ ലാസ്റ്റ് വീഡിയോ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ എന്തുവാ റെക്കോർഡ് ചെയ്യുന്നില്ലായിരുന്നു. അതാ അമ്മ ഇരുന്ന് ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഇല്ല. അപ്പം അങ്ങനെ ഒരു ബർത്ത്ഡേ കഴിഞ്ഞു. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോൻ്റെ അതിൻ്റേതായ കുറവുകളൊക്കെ കാണും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല, ഡെയിലി ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ഓരോ ചലഞ്ചസ് ആയാലും ഓരോന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.